കൈമാറുന്നു. താങ്ക് യു ഹരികുമാർ വലിത്. രണ്ടാമത്തെ ഹീറ്റ്സിൻ്റെ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ മുട്ടയിൽ കൈനഗിരി ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര ചുണ്ടൻ, മൂന്നാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ ചുണ്ടൻ, നാലാമത്തെ ട്രാക്കിൽ ആയാമ്പറമ്പ് വലിയ ദിവാൻജി. ഏകദേശം 300 മീറ്ററുകൾ കഴിയുമ്പോൾ ഈ 4 കളിവള്ളങ്ങളും ആവേശപൂർവ്വം തന്നെ, ചുണ്ടൻ വള്ളങ്ങൾ ആവേശപൂർവ്വം തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൈനഗിരി UBCയുടെ ബോട്ട് ക്ലബിൻ്റെ തുഴക്കാർ അണിനിരക്കുന്ന മുട്ടയിൽ കൈനഗിരിയും, ഹരിപ്പാട് വെള്ളംകുളങ്ങര ബോട്ട് ക്ലബിൻ്റെ തുഴക്കാർ അണിനിരന്നിരിക്കുന്ന വെള്ളംകുളങ്ങര ചുണ്ടനും, തിരുവാർപ്പ് മണിയാമ്പറമ്പ് ബോട്ട് ക്ലബിൻ്റെ തുഴക്കാർ അണിനിരുന്ന കാരിച്ചാൽ ചുണ്ടനും, ചേന്നങ്കിരി FBC ബോട്ട് ക്ലബിൻ്റെ തുഴക്കാർ അണിനിരുന്ന ആയമ്പറമ്പ് വലിയ ദിവാൻജിയും ഒപ്പത്തിനൊപ്പം 4 ചുണ്ടൻ വള്ളങ്ങൾ ജലരാജാക്കന്മാർ പുന്നമട കായലിലൂടെ ഇത് പകുതി ദൂരത്തോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1210 മീറ്റർ ദൈർഘ്യമുള്ള ഈ ജലപാതയുടെ, ഈ മത്സരപാതയുടെ പകുതി ദൂരങ്ങൾ കഴിയുമ്പോഴും ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്ന് പറയുവാൻ പറ്റാത്തവണ്ണം 4 ജലകേസരികൾ മുന്നോട്ടേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ മുട്ടയിൽ കൈനഗിരി, നാലാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, നാലാമത്തെ ട്രാക്കിൽ ആയാമ്പറമ്പ് ദിവാൻജി. മുട്ടയിൽ കൈനഗിരിയെ നയിക്കുന്നത് റൺസ് ചാക്കോയാണെങ്കിൽ വെള്ളംകുളങ്ങരയെ നയിക്കുന്ന G മുരുകൻ, കാരിച്ചാലിനെ നയിക്കുന്ന ജെയിംസ് കുട്ടി ജേക്കബ്, ആയാമ്പറമ്പ് വലിയ ദിവാൻജിയെ നയിക്കുന്നത് KC മൈക്കിൾ. ഇപ്പോൾ മത്സരത്തിൻ്റെ നാല് വള്ളങ്ങളുടെയും മത്സരങ്ങളുടെ ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ മുട്ടയിൽ കൈനഗിരിയാണോ അല്ലെങ്കിൽ ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ പാദ മത്സരമാണ് നടക്കുന്നത്. മുട്ടയിൽ കൈനഗരി, വെള്ളംകുളങ്ങര, കാരിച്ചാൽ, ആയാപറമ്പ് വലിയ ദിവാൻജി എന്നിങ്ങനെ 4 കളിവള്ളങ്ങളാണ് ഈ ഇനത്തിൽ മത്സരിക്കുന്നത്. 4 കളിവള്ളങ്ങൾ ഏകദേശം ട്രാക്കിൻ്റെ പകുതി ഭാഗം പിന്നിടുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ട്രാക്കിലുള്ള മുട്ടയിൽ കൈനഗരിയാണ് അല്പം ലീഡ് നേടിയിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ രണ്ടാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങരയും അതുപോലെ തന്നെ കാരിച്ചാലും ഒപ്പത്തിനൊപ്പമുണ്ട്. വളരെ മനോഹരമായ ഒരു പോരാട്ടമാണ്. 1-ാം നമ്പർ വള്ളം UBC കൈനഗരി തുഴയുന്ന മുട്ടയിൽ കൈനഗരി. UBC കൈനഗരി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ടീമാണ് UBC കൈനഗരി. അവർ പ്രായേണ പുതിയ വള്ളം, പഴയ പട്ടാറ വള്ളം വിലയ്ക്ക് വാങ്ങി ഇപ്പോൾ മുട്ടയിൽ കൈനഗരി എന്ന പേരിൽ UBCക്കാർക്ക് സ്വന്തമായി തുഴയുവാൻ, കൈനഗരിക്കാർക്ക് സ്വന്തമായി തുഴയുവാൻ ഒരു വള്ളമായി അവർ കടന്നു വരുന്നു. അതുപോലെ തന്നെ വെള്ളംകുളങ്ങര രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. കാരിച്ചാൽ ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ തിരുവാർപ്പ് ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. ആയാപറമ്പ് വലിയ ദിവാൻജി 4-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. ഇപ്പോൾ 3 കളിവള്ളങ്ങളും ഏകദേശം ഒരേ രീതിയിലാണ്. മുട്ടയിൽ കൈനഗരിയും വെള്ളംകുളങ്ങരയും കാരിച്ചാലും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അങ്ങ് മറ്റേ വള്ളം ആയാപറമ്പ് വലിയ ദിവാൻജി, ചേന്നങ്കരി ബോട്ട് ക്ലബിന്റെ ആയാപറമ്പ് വലിയ ദിവാൻജി, കാരിച്ചാല്, മുട്ടയിൽ കൈനഗരി, അങ്ങനെ 3 കളിവള്ളങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. വെള്ളംകുളങ്ങര അല്പം പിന്നിലാണ്. വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ഇപ്പോഴും മുട്ടയിൽ കൈനഗരി തന്നെ 1-ാം നമ്പർ വള്ളം മുട്ടയിൽ കൈനഗരി ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സിൽ UBC കൈനഗരി, കുട്ടനാടിന്റെ രോമാഞ്ചമായിരുന്ന, പുന്നമടയുടെ രോമാഞ്ചമായിരുന്ന UBC കൈനഗരി അവരുടെ സ്വന്തം വള്ളത്തിൽ, അവരുടെ നാടിന്റെ വള്ളത്തിൽ അവർ വാശിയേറിയൊരു പ്രകടനം കാഴ്ചവെക്കുന്നു. തീർച്ചയായും UBCക്ക് അഭിമാനിക്കാം. അവർ വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തമായി ഒരു വള്ളത്തിൽ മത്സരിക്കുവാൻ അവർ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി എത്തുന്നത്. വളരെ മനോഹരമായ ഒരു പോരാട്ടം. മുട്ടയിൽ കൈനഗരി തന്നെ ഇപ്പോൾ കടന്നു വരുന്നു. മുട്ടയിൽ കൈനഗരി വളരെ ശക്തമായ ഒരു ലീഡ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയില്ല. വളരെ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മുട്ടയിൽ കൈനഗരിയും അതുപോലെ തന്നെ 7-ാം നമ്പർ വള്ളം കാരിച്ചാൽ ഏകദേശം വെടിത്തടിക്ക് പിന്നിലായി കാരിച്ചാൽ രണ്ടാമതായി കടന്നു വരുമ്പോൾ മുട്ടയിൽ കൈനഗരി തന്നെ ഒരു വ്യക്തമായ ലീഡോടുകൂടി ഫിനിഷിംഗ് പോയിന്റിനെ ലാക്കാക്കി മുന്നോട്ട് വരുമ്പോൾ വളരെ ശക്തമായ ഒരു പ്രകടനത്തിലോട് മുട്ടയിൽ കൈനഗരി 4 പങ്കായക്കാർ, 5 പങ്കായക്കാർ അവരെ വാശിയോടെ അവർ പങ്കായം കുതിച്ചെറിയുകയാണ്. ഇതാ ഫിനിഷിംഗ് പോയിന്റിൽ അടുക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ മുട്ടയിൽ കൈനഗരി വിജയിക്കുന്നു. 1-ാം സ്ഥാനത്തേക്ക് മുട്ടയിൽ കൈനഗരി അങ്ങനെ കടന്നു വരുമ്പോൾ മുട്ടയിൽ കൈനഗരിക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സിൽ 1-ാം സ്ഥാനം. 2-ാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് കാരിച്ചാൽ, തിരുവാർപ്പ് ബോട്ട് ക്ലബിന്റെ കാരിച്ചാലാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇതാ കാരിച്ചാൽ രണ്ടാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ 3-ാം സ്ഥാനത്തേക്ക്